നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ കെടുകാര്യസ്ഥിതിയും ഫയലുകൾ നീക്കുന്നതിലെ അനാസ്ഥയും കാരണം തലചായ്ക്കാൻ ഒരു വീട് എന്ന സ്വപ്നം ബാക്കിയാക്കി നിരവധി പേർ. എല്ലാവർക്കും വീടെന്ന സർക്കാർ വാഗ്ദാനമാണ് ഇടതു സർക്കാർ തന്നെ അട്ടിമറിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ രാജീവ് ആവാസ് യോജന എന്ന ഭവന നിർമ്മാണ പദ്ധതിയാണ് നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്ക് നേർക്കാഴ്ചയായത്. വിഴിഞ്ഞം മതിപ്പുറത്ത് നിർധനരായവർക്ക് 1032 വീടുകൾ നിർമ്മിക്കാൻ പദ്ധതിക്ക് തുടക്കമിട്ടത്. 4 ഘട്ടമായിട്ടായിരുന്നു ഫ്ലാറ്റ് മാതൃകയിലുള്ള വീട് നിർമ്മാണം. ഓഖി ചുഴലിക്കാറ്റിൽ വീടുകൾ നഷ്ടമായവർക്കായിരുന്നു പദ്ധതിയിൽ മുൻതൂക്കം ലഭിച്ചിരുന്നത്. വീട് നഷ്ടമായവർ എല്ലാ രേഖകളും ഹാജരാക്കി കാത്തിരുന്നു. ആദ്യഘട്ടത്തിൽ 72 കോടി രൂപ കേന്ദ്രം അനുവദിച്ച് നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തകൃതിയായി കുറച്ച് ഭവനങ്ങളുടെ താക്കോൽ ദാനവും സർക്കാർ നടത്തി. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും 542 വീടുകൾ മാത്രമാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ച് നൽകിയത്. രണ്ടാം ഘട്ടത്തിനായി 30 കോടി രൂപ കൂടി കേന്ദ്രം അനുവദിച്ചെങ്കിലും ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. പദ്ധതിയുടെ തുടർ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലായതോടെ കേന്ദ്രം 2 ഘട്ടങ്ങൾ വെട്ടിക്കുറച്ചു. ഇതോടെ 528 പേർക്ക് വീടെന്ന സ്വപ്നം മാഞ്ഞു. എന്തിനും ഏതിനും കേന്ദ്രം ഞെരുക്കുന്നു, കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് ഇവർ ഓരോ കാര്യങ്ങളും എപ്പോഴും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് നമ്മുടെ ഈ രാജീവ് യോജന പദ്ധതിയുണ്ട്, ഭവന നിർമ്മാണം. പാവപ്പെട്ട BPL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് കയറിക്കിടക്കാൻ ഒരിടം എന്നുള്ള ഒരു സംവിധാനത്തിലാണ് ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കണേ, 2012 ഏകദേശം 12 വർഷം പിന്നിടാൻ പോകുന്നു. ഒരു ഒച്ചിൻ്റെ വേഗതയിലാണ് ആ ഭവന നിർമ്മാണ പദ്ധതി നടന്നിട്ടുണ്ട്. വിഴിഞ്ഞത്ത് മതിപ്പുറത്താണ് കഴിഞ്ഞ 12 വർഷമായി എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 1070 വീടുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. 1070 വീടുകൾ നിർമ്മിക്കുവാൻ വേണ്ടി നമ്മുടെ രാജീവ് ഗാന്ധി യോജന പദ്ധതി മുഖാന്തരം നിർമ്മിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. പക്ഷേ ഇപ്പോൾ കേവലം 542 വീടുകൾ മാത്രമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് 2012 തന്നെ അതായത് 2011 കാലാംശത്തിൽ ഏകദേശം ഒരു 72 കോടി രൂപയാണ് ഇതിനു വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ 72 കോടി രൂപ അനുവദിക്കപ്പെട്ടു. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, അതുപോലെ തന്നെ ഏകദേശം 12 കോടി രൂപ വീണ്ടും 29 കോടി രൂപ വീണ്ടും അനുവദിക്കപ്പെട്ടു. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒച്ചിൻ്റെ വേഗതയിലാണ് നടക്കുന്നത്. കാരണം പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് സ്ഥലം അക്വയർ ചെയ്ത് കൊടുക്കേണ്ടത് അർബൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന്. അർബൻ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അർബൻ ഡിപ്പാർട്ട്മെൻറ്റ്. അവർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തത് കാരണമാണ് ഈ പദ്ധതി ഇഴയുന്നത് എന്നാണ് നഗരസഭയുടെ വാദം. നേരെ മുറിച്ച് അർബൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്, വേണ്ട രേഖകൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നഗരസഭയുടെ നമ്മൾ ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാത്തത് കാരണമാണ് ഇത്തരം നീളുന്നത് എന്നാണ് ഇവർ പറയുന്നത്. രണ്ടും ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, LDF ആണ്. എന്തായിരുന്നാലും ഒരൊറ്റ സിറ്റിങ്ങിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ പാവപ്പെട്ടവർക്കുള്ള തലചായ്ക്കുവാനുള്ള ഇടത്തിന് വേണ്ടി ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ്. അവരുടെ ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്വതയും പാകതയുമുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പലപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സഭയിൽ പറയുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണ്, കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു, കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു. നിങ്ങൾ നോക്കണേ, ഏകദേശം 100 കോടിയോളം രൂപ കൊടുത്തു കഴിഞ്ഞു. 100 കോടി രൂപയോളം കൊടുത്തു. ഒന്നാം ഘട്ടം മാത്രമാണ് നിർമ്മിക്കപ്പെട്ടത്. 1070 വീടുകൾ നിർമ്മിക്കുന്നതിന് കേവലം 542 വീടുകൾ മാത്രമാണ് നിർമ്മിച്ചത്. ഇനിയും നിർമ്മിക്കാനുണ്ട്, 528 വീടുകൾ നിർമ്മിക്കാനുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ പറയുന്ന 2 വിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽക്കുന്നതല്ലാതെ ഇവിടെ പാവപ്പെട്ടവർക്ക് തലചായ്ക്കാനുള്ള ഒരു സംവിധാനത്തിന് അവരുടെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നും മാറുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. മറ്റ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി ബാക്കിയുള്ളവർക്ക് വീട് നൽകാമെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നതെങ്കിലും എന്ന് ലഭിക്കുമെന്നോ വീട് എവിടെ നൽകുമെന്നോ ഒരു വ്യക്തതയുമില്ല. വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.